പോലീസ് അകമ്പടിയോടെ ടി.പി. കേസ് പ്രതികൾ പരസ്യമായി മദ്യപിച്ച സംഭവത്തിൽ കേസെടുത്തു. ടി.പി. കേസ് പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇത് ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഈ നടപടി. അരുൺ, ഉന്മേഷ്, പരസ്യ മദ്യപാനമുണ്ടായി 50 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തത്, ഒരു കേസ് എടുക്കുന്നത്. അതിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതി കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ്, അതോടൊപ്പം കണ്ടാലറിയുന്ന 4 പേർ എന്നിവർക്കെതിരെയാണ് തലശ്ശേരി പോലീസ് കേരള അബ്കാരി ആക്ട് പ്രകാരം നിലവിൽ ആ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുള്ളത്. ഉന്മേഷ് ഇപ്പോൾ സൂചിപ്പിച്ചു തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജൂൺ 17-ന് ഈ സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം പോലീസ് ഇതിൽ വകുപ്പ് തല അന്വേഷണവും മാത്രം നടത്തി. അന്ന് അവർക്ക് സുരക്ഷാ കമ്പടിയായി പോയ 3 പോലീസ് ഉദ്യോഗസ്ഥരെ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു. ആ നടപടിയിൽ ഒതുങ്ങുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള സമീപനവും നിലപാടും ഉണ്ടായിരുന്നത്. പിന്നീട് മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. വലിയ വിമർശനം പോലീസിന്റെ നടപടി സംബന്ധിച്ച് ഉണ്ടാവുന്നു. ഇത്രയും പ്രമാദമായ ഒരു കേസിലെ പ്രതികൾ തലശ്ശേരി കോടതി പരിസരത്ത് വെച്ച് തന്നെ മദ്യപിക്കുന്നു. അതിൽ പോലീസിന്റെ സാന്നിധ്യം പോലും ഉണ്ടായി. അങ്ങനെ ഈ ദൃശ്യങ്ങൾ സഹിതം വലിയ വിമർശനം പോലീസിനെതിരെ ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലൊക്കെ പോലീസ് വിശദീകരിച്ചത് ഇതിൽ കേസെടുക്കുന്നതിന് വേണ്ടി നിയമോപദേശം ഉൾപ്പെടെ തേടിയിട്ടുണ്ട്. അതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ അതിൽ കേസെടുക്കാൻ കഴിയൂ. അതായത് ജയിലിന് പുറത്തുള്ള കുറ്റകൃത്യത്തിൽ തടവുകാർ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യണം എന്നതാണ് പോലീസ് വിശദീകരിച്ചത്. പക്ഷെ ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. പക്ഷെ ആ കേസും നിസ്സാരമായ വകുപ്പുകൾ മാത്രം ചുമത്തിയുള്ള കേസാണ് എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.